ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ആദരണീയരായ MGMൻ്റെ നേതാക്കന്മാരെ, വിശ്വാസിനികളെ, സ്നേഹസമ്പന്നരായ സഹോദരിമാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾക്ക് മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ, നാവട്ടറിപ്പോകാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകുവാനുള്ള ഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ 24 ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്നും കടന്നുപോയി. അൽഹംദുലില്ലാ, ഈ പറയപ്പെട്ട ദിനങ്ങളിലെല്ലാം ജീവിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്തു. ഇനിയുള്ള എണ്ണപ്പെട്ട മണിക്കൂറുകൾ കൂടി ഉപയോഗപ്പെടുത്താനും അതിനെ പരമാവധി അതിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ പറയപ്പെട്ടതുപോലെ ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ എത്തി. അവസാനത്തെ നോമ്പായി, എല്ലാ ദിവസവും യാത്രയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ക്ഷീണം കൊണ്ട് ഇന്നിപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് ഒക്കെ പോകുന്നു. അപ്പോൾ മൂപ്പരിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, കാരണം ബസ് കയറി പോരാൻ വയ്യ എന്ന് തോന്നിയപ്പോൾ. അതുകൊണ്ട് അതിന് കുറച്ചൊരു ധൃതി. ഏതായിരുന്നാലും 11 മണി വരെ നിങ്ങളുടെ ലേണിംഗ് ക്ലാസ്സൊക്കെ നടന്നിട്ടുണ്ട്. അവസാനം ഒരു പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ പ്രത്യേകിച്ചൊരു വിഷയമൊന്നും എന്നോട് പറയപ്പെട്ടിട്ടില്ല. ടീച്ചർ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും ലഭിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒരു രാവ് ഇന്നലെ നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയി. എത്രത്തോളം നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാനായിട്ട് കഴിയും. ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദ്റിൻ്റെ രാത്രി, ഏറ്റവും അനുഗ്രഹീതമായ രാത്രി, കാര്യങ്ങളെല്ലാം നിർണയിച്ച് ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്ന രാത്രി, സൂറത്ത് ദുഖാനിൽ അങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ രാത്രിയിൽ അതിൻ്റെ ഗൗരവവും പവിത്രതയും ഉൾക്കൊണ്ടുകൊണ്ടാണോ ഞാനും നിങ്ങളും ഇന്നലെയും ഉറക്കമൊഴിച്ച് കാത്തിരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഉറക്കമൊഴിക്കാനും കാത്തിരിക്കാനും ഒക്കെ കഴിയുമെങ്കിലും അതിൻ്റെ യഥാർത്ഥമായ ഗൗരവം മനസ്സിലേക്ക് എടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകളും പ്രാർത്ഥനകളും ഇബാദത്തുകളുമായിട്ട് നമുക്ക് എത്രത്തോളം മനസ്സുകൊണ്ട് റബ്ബിങ്കലേക്ക് ചേർന്നെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. കാരണം ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ എന്നുള്ളതാണ്. 1000 മാസങ്ങളെക്കാളും പവിത്രമായ ഒരു ദിവസമായിരുന്നോ ആയിരിക്കാം ഇന്നലെ എന്നുറപ്പുണ്ടായിട്ടും നമുക്കത് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അതാണ് നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ തനസ്സലുൽ മലായികതു വറൂഹ്, അന്ന് മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകളൊക്കെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങും. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മലായിക്കത്തുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഇമാം അഹ്മദ്
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്നേ ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളുടെ എണ്ണം ഭൂമിയിലെ ചരൽക്കല്ലുകളെക്കാളും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഇടയിൽ എത്രത്തോളം മലക്കുകളുണ്ട്! മലായിക്കത്തുകൾ മാത്രമല്ല, വറൂഹ്, അതാരുമുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാമുമുണ്ട്. ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം? നമുക്കറിയാം, മലക്കുൽ മുക്കറം മലക്കുകളിലെ ഏറ്റവും പ്രധാനി. ഭൂമിയിലേക്ക് അദ്ദേഹം ഇതിന്റെ മുമ്പ് ഇറങ്ങി വന്നിട്ടുള്ളതെല്ലാം ഒരു പ്രത്യേക ദൗത്യവുമായിട്ടായിരുന്നു. അള്ളാഹുവിന്റെ വഹിയുമായിട്ടാണ്, പ്രവാചകന്മാരിലേക്കുള്ള വഹിയുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് പിന്നീട് മലക്ക് ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ മാത്രമാണ്. അന്ന് അത്രയും വലിയൊരു ദൗത്യവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് അതേ മലക്കുൽ മുക്കറം ജിബ്രീൽ അലൈഹിസ്സലാം എന്നിലേക്കും നിങ്ങളിലേക്കും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടോ അവിടെയാണ് ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അന്ന് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അവരെന്ത് ചെയ്യുന്നുണ്ട്? അന്ന് എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ നിർണയിക്കപ്പെടുന്ന ഒരു രാത്രിയാണ്, നിർണയത്തിൻ്റെ രാത്രി കൂടിയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വിധി നിർണയത്തിൻ്റെ രാത്രി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഒരു മൂലഗ്രന്ഥത്തിൽ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ എന്ത് സംഭവിക്കുമ്പോഴും നമ്മൾ എന്താണ് അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ച് നമ്മുടെ ബോധം എന്തായിരിക്കണം? പറയുക, പ്രവാചകരെ, കുല്ലൻ യുസീബന, ഞങ്ങൾക്ക് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഇതെല്ലാം നേരത്തെ എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആരാണ് ആ രേഖപ്പെടുത്തി വെച്ചത്? അവനാരാണ്? ഹുവ മൗലാന, അവൻ നമ്മുടെ രക്ഷാധികാരിയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ രക്ഷാധികാരി നമുക്ക് നല്ലതല്ലാത്തതൊന്നും വിധിക്കുകയില്ല. അങ്ങനെയുള്ള ആ ഒരു നമ്മളിൽ സംഭവിക്കാനുള്ളതെല്ലാം നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതെല്ലാം ഭൂമിയിലേക്ക് ഓരോ വർഷവും നമ്മുടെ ആയുസ്, നമ്മുടെ ഭാഗ്യദൗർഭാഗ്യങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ, കോട്ടങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെടുന്ന രാത്രിയാണ് എന്ന് അതിനെക്കുറിച്ച് പറയപ്പെടുന്നു. അവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക വിഷയമുണ്ട്. നമ്മുടെ വിധിയെ മാറ്റിമറിക്കപ്പെടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അതെന്താ? പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ നിർഭരരായിക്കൊണ്ട്, പ്രാർത്ഥന നിറഞ്ഞ മനസ്സുമായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കേണ്ട ദിവസം, നമുക്കിടയിൽ ഭൂമിയിലെ ചരൽക്കല്ലുകളെക്കാളും മലായിക്കത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന ദിവസം. നുബുവത്ത് നിലക്കപ്പെട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്ത മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും എന്നിലേക്കും നിങ്ങളിലേക്കും ഇറങ്ങി വരുന്ന പവിത്രമായ ദിവസം. എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സലാം. എന്നോട് നിങ്ങളോടും ആ മലായിക്കത്തുകൾ, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള അനേക കോടി മലക്കുകൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സലാം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെ അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് സലാം എന്നാണ്. എന്താണ് സലാം? അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അസ്സലാം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ്. അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ നമുക്ക് സലാം ലഭിക്കപ്പെടുകയില്ല. വേറെ ഏതൊരു മാർഗത്തിലൂടെ പോയാലും, എത്രയൊക്കെ പ്രയത്നങ്ങൾ നടത്തിയാലും, ആരൊക്കെ നമ്മളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചാലും ലഭിക്കപ്പെടാത്ത ഒന്നാണ് സലാം. അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം. അല്ലാഹുവേ, നീയാണ് സലാം, നിന്നിൽ നിന്ന് മാത്രമാണ് സലാം. ആ സലാം നേരുന്ന രാത്രി മാത്രമല്ല, ദാറുസ്സലാം എന്തിൻ്റെ പേരാണ്? സ്വർഗത്തിൻ്റെ നാമമാണ്. ഉന്നതമായ സ്വർഗത്തിൻ്റെ നാമമാണ് ദാറുസ്സലാം. ദാറുസ്സലാമിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന അഭിവാദ്യങ്ങൾ എന്താണ്? സലാം അല്ലേ? ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറയപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ സലാം എന്ന് സൂറത്ത് അതിൽ പറയുന്നുണ്ട്. സലാമുൻ അലൈക്കും
ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് നിമിത്തമാണ് നിങ്ങൾക്ക് സമാധാനം. ആ ക്ഷമ ലഭിക്കപ്പെട്ട്, മനസ്സിന് സ്ഥൈര്യം ലഭിക്കപ്പെട്ട്, ഏതേതവസ്ഥയിലും തളരാതെ തകരാതെ നിലകൊള്ളാൻ എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും സാധ്യമാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള സലാം ലഭിക്കപ്പെടണം. ആ സലാം നേരുന്ന ദിനമാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, ആ രാത്രി 25 തന്നെയാണോ എന്ന് നമ്മൾക്ക് ഉറപ്പില്ലായിരുന്നു. ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് 27ഉം 29ഉമാണ്. അതും നമുക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയും നമ്മളില്ലേ. എന്നിട്ട് അതിലേതാണ് ഏറ്റവും സാധ്യതയുള്ള ദിവസം എന്നതൊന്നും നമ്മൾ തേടിപ്പോകേണ്ടതില്ല. നമുക്ക് അല്ലാഹു അത് വിശാലമാക്കി തന്നിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ടത്രേ എന്നാണ്, ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിവരം ലഭിക്കപ്പെട്ട, വഹിയിലൂടെ അത് ലഭിക്കപ്പെട്ട, അറിയിക്കപ്പെട്ട നിമിഷം, അത് തൻ്റെ സ്വഹാബത്തിനെ അറിയിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട സന്ദർഭം. ആ സമയത്ത് വഴിയോരത്ത് കണ്ടതെന്താ? 2 വിശ്വാസികൾ തമ്മിൽ ശണ്ട കൂടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം പോയി അത് പരിഹരിച്ചു. വിശ്വാസികൾ നമ്മൾ ശണ്ട കൂടാൻ പാടില്ല. വിശ്വാസികളോട് നമുക്ക് വെറുപ്പും വിദ്വേഷമൊന്നും ഉണ്ടാവാൻ പാടില്ല. വിശ്വാസികൾ തമ്മിൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടായാൽ അവിടെ നന്മ തടയപ്പെടുന്നുള്ളതിൻ്റെ വലിയൊരു ലക്ഷണമാണ് ഇതല്ലേ. നമുക്ക് ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് അറിയപ്പെടാതെ പോയതിൻ്റെ കാരണം എന്തായിരുന്നു? വിശ്വാസികൾ തമ്മിലുണ്ടായ പ്രശ്നമായിരുന്നു. നമ്മൾ ആരോടെങ്കിലും നമുക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നിപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയണം. വിശ്വാസികൾക്കിടയിലുള്ള സ്നേഹബന്ധം സുദൃഢമായിരിക്കണം. വെറുപ്പും വിദ്വേഷവും പകയും വെച്ച് പുലർത്തേണ്ടവരല്ല വിശ്വാസികൾ. അതിലൂടെ ഭൂമിയിലെ നന്മ പോലും തടയപ്പെടുമെന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് വന്നത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി ഏത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതെനിക്ക് മറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ 10 അന്വേഷിക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, റമദാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ അന്വേഷിക്കുക. അഥവാ അതല്ലാഹു മറപ്പിച്ച് കളഞ്ഞതിൻ്റെ പിന്നിൽ വല്ലാത്തൊരു യുക്തി രഹസ്യമുണ്ട്. എനിക്കും നിങ്ങൾക്കും അതിനെ പ്രതീക്ഷിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് സമർപ്പിച്ച് കണ്ണുകൾ നനഞ്ഞ് കൈകൾ ഉയർത്തി അല്ലാ എന്ന് വിളിക്കുവാനുള്ള അവസരത്തെ അള്ളാഹു വിശാലമാക്കി തന്നിരിക്കുന്നു. അത്രത്തോളം നമ്മൾ റബ്ബിനോട് സ്നേഹത്തോടെ ചേർന്ന് അണയുമ്പോൾ അതിനേക്കാളും എത്രയോ മടങ്ങ് നമ്മളിലേക്ക് നമ്മുടെ റബ്ബ് ചേർന്നണയും. നമുക്ക് കൂടുതൽ പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട് അതിൻ്റെ സമയത്തെ അള്ളാഹു വിശാലമാക്കി തന്നിരിക്കുന്നു. നമ്മൾ അശ്രദ്ധരാകാതെ ഓരോ ദിവസവും കാത്തിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും അവസാനമാണ്, അതിൻ്റെ ആഖിബത്താണ് ഏറ്റവും പ്രധാനം. അതിനനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക. എൻ്റെയും നിങ്ങളുടെയും ആഖിബത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളെ നിർണയിക്കുക. ഞാനും നിങ്ങളും അവസാനത്തെ കാലം മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും അവസാനം നമ്മുടെ ജയപരാജയങ്ങൾ നിർണയിക്കപ്പെടുക. അതേപോലത്തെ തന്നെയാണ് കർമ്മങ്ങളും. അതിൻ്റെ അവസാനം ഏറ്റവും സുന്ദരമായിരിക്കണം, മനോഹരമായിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ റമദാനിലേക്ക് പ്രവേശിച്ചതിൻ്റെ ആ ഒരു ആവേശമൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ട് അവസാനമാകുമ്പോഴേക്കും, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ എന്ത് ഉഷാറായിട്ടാണ് ഞാൻ ബസ്സൊക്കെ കയറിപ്പോയത്, ലാസ്റ്റായപ്പോൾ എനിക്ക് വയ്യാ തോന്നുക അല്ലേ. നമുക്കൊക്കെ വയ്യാതായി കിടന്നുറങ്ങാനുള്ള ടെൻഡൻസിയും വെറുതെ ഇരിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കൂടുമ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആവേശം വരുന്നത്. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണ്. മലായിക്കത്തുകൾ ഇറങ്ങി വന്നുകൊണ്ട് സലാം പകർന്നു നൽകുന്ന വല്ലാത്ത രാത്രിയാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി ഏതാന്ന് അന്വേഷിച്ചു പോകണ്ട. ഈ പറയപ്പെട്ട ഇനി എത്ര ദിവസം മുന്നിലുള്ളത്, ഓരോ നിമിഷവും ജാഗരൂകരായിട്ട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുക തന്നെ വേണം. കാരണം അത് നമുക്ക് തടയപ്പെടുക എന്നുള്ളത് വളരെ വലിയ ദൗർഭാഗ്യമാണ്.
ഫമൻ ഹുരിമഹാ ഫഖദ് ഹുരിമൻ ഖൈറ കുല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിന്റെ പവിത്രത ആരിൽ നിന്നെങ്കിലും തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മുഴുവൻ ഖൈറും അവനിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്നു എന്നാണ്. ലൈലത്തുൽ ഖദറിനെ തടയപ്പെട്ടവന് എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ടതാണ്. ലൈലത്തുൽ ഖദറിനെ തടയപ്പെട്ടവന് എല്ലാ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു. എന്നാൽ അറിയേണ്ടത് എന്താണ്? വലാ യുഹ്റമു ഖൈറഹാ, അതാർക്കാണ് തടയപ്പെടുന്നത്? ഇല്ലാ മഹ്റമൂൻ, അത് നിർഭാഗ്യവാന്മാർക്കല്ലാതെ വേറെ ആർക്കും അത് തടയപ്പെടുകയില്ല. അത് ഹറാമാക്കുകയില്ല, നിഷിദ്ധമാക്കപ്പെടുകയില്ല. ആർക്കല്ലാതെ? ദൗർഭാഗ്യം സിദ്ധിച്ചവർക്കല്ലാതെ, ദൗർഭാഗ്യവാന്മാർക്കല്ലാതെ അത് തടയപ്പെടൂല. അപ്പോൾ ഈ ലൈലത്തുൽ ഖദറിന് അതിനെ തേടി നമ്മൾ കാത്തിരിക്കണ്ടേ? മുഴുവൻ രാത്രി ഇരുന്നാലേ അത് കിട്ടുള്ളൂ എന്നാർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? അങ്ങനെയല്ല കേട്ടോ. അത് രാത്രിയോടുകൂടി മഗ്‌രിബോടുകൂടി തുടങ്ങും. ഏതുവരെയാണ്? ഫജ്ർ വരെയാണ്. സുബ്ഹി നമസ്കാരത്തോളം അതിന് ദൈർഘ്യമുണ്ട്. പറ്റുമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഖിയാമുൽ ലൈലി അല്ലേ, നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അത്? അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യ വിശാലതയാണ്. നമ്മൾ റമദാൻ അന്നേ തുടങ്ങുന്നുണ്ട്. മൻ സ്വാമ റമദാന ഈമാനൻ വഹിത്തിസ്വാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നോമ്പെടുത്തതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടല്ലോ, നിഷ്കളങ്കരാക്കപ്പെട്ടല്ലോ. പാപങ്ങൾ പുറത്താൽ പിന്നെ നമ്മൾ നിഷ്കളങ്കരായില്ലേ? പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ നിഷ്കളങ്കരായോന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റമദാൻ കഴിയുന്നതോടുകൂടി നിഷ്കളങ്കതയൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ ആയിത്തീരും. പക്ഷേ നമുക്കിപ്പോൾ ഒരു ബേജാറുണ്ട്. നോമ്പൊന്നും അത്ര ഉഷാറായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. നോമ്പെടുത്തിട്ടുണ്ട്, ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുണ്ട്, വെള്ളം ഉപേക്ഷിച്ചിട്ടുണ്ട്, മനസ്സൊന്നും അത്ര ഒരു പിടുത്തത്തിൽ നിന്നിട്ടില്ല, സ്വഭാവമൊന്നും അത്ര നന്നാക്കാൻ പറ്റിയിട്ടില്ല. സംസാരങ്ങളെയൊന്നും ഖൗലുസൂർ ഒഴിവാക്കാത്തവൻ്റെ വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ചുകൊണ്ട് അത് അല്ലാഹ്ക്ക് ആവശ്യമില്ലല്ലോ അല്ലേ? പക്ഷെ അതൊന്നും നമുക്ക് വേണ്ടത്ര ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സമാശ്വാസത്തിൻ്റെ മറ്റൊരു കാരുണ്യത്തിൻ്റെ കാര്യം നമ്മൾ അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്നോ പള്ളിയിൽ നിന്നോ ആയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അത് ഇന്നോടത്തുനിന്ന് തന്നെ വേണമെന്നൊന്നുമില്ല, അത് ഖിയാമുൽ ലൈൽ ആയാൽ മതി, അതെല്ലാവരും നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കുമ്പോഴാണ് അതിനേക്കാളും സങ്കടാകുന്നത്. അത് വല്ലാത്തൊരവസ്ഥയിലാണ് നിസ്കരിച്ചത്. ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു. തിന്നത് കൂടിപ്പോയതിൻ്റെ പേരിലും ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലൊക്കെ ഹാന്നും പറഞ്ഞിട്ട് ആവി ഇട്ടിട്ട് നിസ്കരിച്ചൊരു നിസ്കാരമായിരുന്നു. അപ്പോഴാണ് വീണ്ടും അതിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈ പറയപ്പെട്ട ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഖിയാമുൽ ലൈൽ നിർവഹിച്ചാലും എന്താണ്? കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ്. അപ്പൊ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഇബാദത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുദീർഘമായി നിസ്കരിക്കാൻ സാധിക്കണം. സുദീർഘമായി നിസ്കരിക്കണം. നിസ്കാരത്തെ പറ്റി പറയുമ്പോഴാണ് എവിടെ ചെന്നാലും റമദാനിന് ക്ലാസ്സിന് പോയിടത്തൊക്കെ സംശയമാണ്. അതിപ്പോൾ എത്രയാണ് നിസ്കരിക്കേണ്ടേ? നമ്മൾ മുജാഹിദുകളല്ലേ, നമ്മൾ എന്താ കേട്ട് പഠിച്ച്? നിങ്ങളൊന്ന് പറയും. 11 റക്അത്ത്. പിന്നെ എവിടുന്നാ സംശയം കയറി വന്നത്? സ്വഹീൽ ബുഖാരി അല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്? ആയിഷ ബീവിൻ്റെ അടുത്ത് എന്തിനാ സ്വഹാബത്ത് പോകുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് നിസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനാ? റമദാനിലെ ഖിയാമുൽ ലൈൽ എങ്ങനെയായിരുന്നു എന്നറിയാനാണ് അല്ലേ? എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? റമദാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 അധികരിപ്പിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹിന്റെ ജീവിതത്തെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്ന, മറ്റാരെക്കാളും കൂടുതൽ അറിയാൻ സാധ്യതയുള്ള ആരാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ. പിന്നെ നമ്മൾക്ക് സംശയം വേണോ? ഏറ്റവും നല്ല ചര്യ ആരുടെ ചര്യയാണ്? നമ്മൾ പിൻപറ്റേണ്ട ചര്യ ആരുടെ ചര്യയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നോക്കൂ നിങ്ങൾ, ഖിയാമുൽ ലൈൽ നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ നിർവഹിക്കാം?
നമുക്ക് ഇഷാവോട് കൂടി തന്നെ നിസ്കരിക്കാം. എന്നാൽ ഈ ഐഷാൻ്റെ കൂടെ തന്നെ ഒന്ന് പറ്റുന്നതൊക്കെ ഓതി നിസ്കരിക്കാം. അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. ഖിയാമുൽ ലൈലിലാണെങ്കിൽ അതിന് എത്രയോ വർഷങ്ങൾ. നമുക്ക് നിങ്ങൾ ലൈലത്തുൽ ഖദ്റിലാണെങ്കിൽ എത്രയോ വർഷം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. എത്രയാ 1000 വർഷങ്ങളെക്കാളും പുണ്യമാക്കപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ 83 വർഷം. 1 മണിക്കൂർ ഉപയോഗപ്പെടുത്തിയാൽ എത്ര വർഷമാണ്? 13 ചില്ലാനം വർഷം. 1 മിനിറ്റ് ഉപയോഗപ്പെടുത്തിയാലോ 85 ദിവസം. അത്രയും നമുക്ക് കിട്ടി. എഡ്ഡതടവില്ലാതെ ഖിയാമുൽ ലൈൽ നിർവഹിച്ചതുപോലെ 1 മണിക്കൂർ നിസ്കരിച്ചാൽ 13 ചില്ലാനം വർഷം എഡ്ഡതടവില്ലാതെ നിസ്കരിച്ച പ്രതിഫലം കിട്ടി. അപ്പൊ നമുക്ക് പറ്റുന്നത്ര നിസ്കരിക്കാം. എന്നാൽ അതിനേക്കാളും പുണ്യമാണ് സുദീർഘമായി നിസ്കരിക്കുക. എന്നാൽ അതിനേക്കാളും പുണ്യമാണ് നമ്മൾ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുക, അല്ലേ? പക്ഷെ ജമാഅത്താണെങ്കിലോ അവിടെയാണല്ലോ എല്ലാവർക്കും സംശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജമാഅത്ത് നമസ്കരിച്ച സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ രാത്രിയുടെ അന്ത്യമായിട്ടില്ല. അപ്പോൾ ചോദിച്ചു, 2ാമത്തെ ദിവസം നമസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ അന്ത്യയാമത്തിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് നിസ്കാരാക്കി തരുമോ? റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ പറഞ്ഞേ? ഇതെന്നെ മതി നിങ്ങൾക്ക് രാവിലെ വരെ നിസ്കരിച്ച കൂലി കിട്ടാൻ. പിന്നെ നമ്മൾക്ക് വല്ല സംശയത്തിന് ഇനി പഴുതുണ്ടാ അല്ലേ? മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന, എന്താണ് ഞാൻ പ്രത്യേകം ചെയ്യേണ്ടത്? കുറച്ച് റക്അത്ത് അന്ന് വർദ്ധിപ്പിച്ചോ എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞോ? എന്താ പറഞ്ഞേ? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ അന്നി. എത്ര വിശാലമായ പ്രാർത്ഥന! അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്. മാത്രമല്ല നീ എനിക്ക് മാപ്പ് നൽകണേ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് എന്തെല്ലാം ചോദിക്കാണ്ടില്ലേ? എന്തെല്ലാം നമുക്ക് ചോദിക്കാനുണ്ട്. അതൊക്കെ ചോദിച്ചോളൂ നല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ നമുക്ക് ചോദിക്കാട്ടോ. നമ്മളിങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് ചോദിക്കണം. ഞാൻ എപ്പോഴും പറയും, എന്താ അറിയോ, ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എന്താണെന്നറിയോ? എന്തായിരിക്കണം എന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് എന്തായിരിക്കും? നമ്മൾക്കിപ്പോൾ കുട്ടികൾക്ക് നല്ല ജോലിയാവണം, നല്ല കല്യാണം വേണം, നല്ല പെൺകുട്ടികളെ കിട്ടണം, ആൺകുട്ടികളെ കിട്ടണം എന്ന് ആർക്കും പേടിയില്ല. പെൺകുട്ടികൾക്ക് നല്ല ആൺകുട്ടികളെ വേണം. എല്ലാവരും പറയും, എന്താ പറയണത്? എൻ്റെ ചെക്കൻക്കൊരു പെണ്ണിനെ കിട്ടാല്ല കേട്ടോ. ആൺകുട്ടികളന്മാരൊക്കെ പറയും. പെൺകുട്ടികളന്മാരൊക്കെ പറയണ പരാതി എന്താ അറിയോ? എൻ്റെ കുട്ടി കല്യാണത്തിന് സമ്മതിക്കണില്ല കേട്ടോ, അല്ലേ? അപ്പം എൻ്റെ മോൻക്ക് നല്ലൊരു പെണ്ണ് വേണം, എൻ്റെ കുട്ടിയൊന്ന് കല്യാണത്തിന് സമ്മതിച്ച് കിട്ടണം, നല്ലൊരു ജോലി വേണം. ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? മക്കളെ പറ്റിയാണല്ലോ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ, അല്ലേ? ഞാൻ പറയട്ടെ, മക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കണം എന്നറിയോ? അവർ ഹിദായത്തിൽ ഉറച്ചു നിൽക്കണേന്നായിരിക്കും. ഇപ്പം നല്ല കുട്ടികൾ തന്നെ ആയിരിക്കും, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പക്ഷെ അവർ ഉറച്ചു നിൽക്കുമോ ഇല്ലേ എന്ന് പേടിക്കേണ്ട കാലത്താണ് നമ്മളുള്ളത്. എപ്പോഴും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള കാലത്താണ്. നമ്മൾ പോലും വഴിതെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടേണ്ട കാലത്താണ്. ദുആ അധികരിപ്പിക്കണം നമ്മൾ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. പ്രാർത്ഥിക്കാൻ വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടത്തിലാണ്. അതൊക്കെ നമുക്കിങ്ങനെ ചോദിക്കാം, അല്ലേ? പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറയുന്നു, ആയിഷ, അന്ന് വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു അഫുവാണെന്ന് പറയുമ്പോൾ അതിന്റെ വിശാലത ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗഫാറാണ്. കാരണം നമ്മളൊക്കെ പാപങ്ങൾ ഒരുപാട് ചെയ്തവരാ, പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയവരാ. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചെയ്തു പോയ പാപങ്ങൾ ഞാനും നിങ്ങളും മറന്നുപോയെങ്കിലും നമ്മുടെ കർമ്മരേഖകളിൽ അത് എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് മായ്ഞ്ഞു പോകുകയില്ലല്ലോ. നമ്മുടെ കർമ്മരേഖകളിൽ അത് എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ
എന്റെയും നിങ്ങളുടെയും കൈത്തലങ്ങളിലേക്ക് ആ ഗ്രന്ഥങ്ങൾ നൽകപ്പെടും. നമ്മളത് നോക്കുമ്പോ ഞെട്ടിത്തരിച്ചു പോകും. ഒന്നുപോലും വിട്ടുപോകാതെ മാലിഹാദൽ കിതാബ് എന്ന് നമ്മൾ അവിടെ പറയും അല്ലേ? ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതെന്തൊരു ഗ്രന്ഥമാ! ചെറുതും വലുതുമായ സകലതും രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം. അതിനെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്ന ആ നിമിഷം നാളെ പരലോകത്ത് വരാനുണ്ട്. എന്റെയും നിങ്ങളുടെയും കർമ്മരേഖകളിൽ അതുണ്ട്. അതോർത്തുകൊണ്ട് ഭയപ്പെടണം. അതോർത്ത് ഭയപ്പെട്ടുകൊണ്ട് നമ്മള് റബ്ബിലേക്ക് കണ്ണുനീരോടെ കൈകൾ ഉയർത്തേണ്ട രാത്രിയാണ്. അല്ലാ പൊറുക്കണേ. ഗഫൂറായ റബ്ബ് എനിക്കും നിങ്ങൾക്കും മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്താലുണ്ടല്ലോ, നമ്മുടെ പാപങ്ങൾ മറച്ചു വെക്കും. ആരോരും അറിയാതെ അതിനെ കാത്തുവെക്കും. ഭൂമിയിൽ പോലും നമ്മൾ അപമാനിക്കപ്പെടുകയില്ല. ആരോരും അറിയാതെ അതിനെ അള്ളാഹു മറക്കുള്ളിൽ സൂക്ഷിക്കും. നാളെ പരലോകത്തെ വിചാരണയുടെ ഘട്ടത്തിലും നമ്മുടെ കർമ്മരേഖകൾ കയ്യിൽ തരുമ്പോ, അതെല്ലാം മുന്നിൽ കാണുമ്പോ, ഇതെല്ലാം നമ്മൾ ചെയ്തതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന നിമിഷത്തില് അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നത് വലത് കയ്യിലാണ് ഗ്രന്ഥം തന്നത് എങ്കിൽ, ആരുടെ വലത് കയ്യിലാണോ ഗ്രന്ഥം നൽകപ്പെടുന്നത്, അവർക്ക് വളരെ ലഘുവായൊരു വിചാരണ മാത്രമേ ഉള്ളൂ. അവരോട് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. ഇതെല്ലാം നീ ചെയ്തതല്ലേ എന്ന ചോദ്യം മാത്രമാണ് ആണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിമിഷമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹം എന്താ? വയങ്കലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. തിരിച്ചു പോയിക്കൊള്ളുക. എവിടെ നിന്നാ നീ വന്നത്? നിന്റെ കുടുംബത്തിൽ നിന്ന്, പൊന്നിണയെ വിട്ട്, പൊന്നോമന മക്കളെ വിട്ട്, പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും വിട്ട് നീ മടങ്ങിപ്പോന്നതല്ലേ? നിന്നെ വിട്ട് നിന്റെ മാതാപിതാക്കൾ തിരിച്ചു പോയതല്ലേ? ആ കുടുംബത്തെ വേർപെട്ട് പോന്നപ്പോ നെഞ്ചു വിങ്ങിയിട്ടില്ലേ? പ്രിയപ്പെട്ട ഓരോരുത്തരും തിരിച്ചു പോയപ്പോ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടില്ലേ? അതാ ആ കുടുംബമുണ്ട് സ്വർഗത്തില്, അവിടേക്ക് നീ പൊയ്ക്കൊള്ളുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ആരോടാണ്? ഏറ്റവും ലഘുവായ വിചാരണ ലഭിക്കപ്പെടുന്നവരോടാണ്. ഏതാണ് ആ ലഘുവായ വിചാരണ? അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇനി നിനക്ക് ശിക്ഷയില്ലെന്ന് പറയുന്ന വിചാരണ. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. അല്ലാഹ് നീ എനിക്ക് ലഘുവായ വിചാരണ നൽകണേ. അല്ലാഹ് നീ എനിക്ക് ലഘുവായ വിചാരണ നൽകണേ. ഇത് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പക്ഷെ അറിയണേ, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ അഫൂ എന്ന നാമത്തെ സംബന്ധിച്ച പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പറഞ്ഞത് ഏതാണ്? ഗഫൂറാണ്, മറച്ചു വെക്കുന്നവനാ റബ്ബ്. ധാരാളം പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആരാണ്? അല്ലാഹു ഗഫാറാണ് റബ്ബ്. അല്ലാഹു ഗഫാറാണ്, ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാ. അതിന്റെ ആധിക്യ നിമിത്തം റബ്ബ് പൊറുക്കാതിരിക്കോ? അതെത്ര കൂടുതലുണ്ടെങ്കിലും റബ്ബ് പൊറുക്കാതിരിക്കോ? ഒരൊറ്റ പാപവും റബ്ബ് പൊറുക്കാതിരിക്കൂല. ഇസ്തിഗ്ഫാറിനെ തേടിയാൽ, അല്ലേ, തൗബ ചെയ്ത് മടങ്ങിയാൽ, ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് തീരുമാനിച്ചാൽ ഷിർക്ക് വരെ റബ്ബ് പൊറുക്കൂലേ? അല്ലേ? ഷിർക്കോടുകൂടി മരണപ്പെടുന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഷിർക്ക് വരുന്നതിനെയാണ് ഞാനും നിങ്ങളും കരുതിയിരിക്കേണ്ടത്. നമ്മളാരും ഷിർക്ക് ചെയ്യണില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് നമ്മൾക്ക്, അല്ലേ? ഷിർക്ക് വരുന്നതിനെ കരുതിയിരിക്കുക. അല്ലാഹു ഗഫാറാണ്. അല്ലാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കും. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പടച്ചോന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട? നിരാശപ്പെടണ്ട. പക്ഷെ നോക്കൂ, നിങ്ങൾ ആയിഷ ബീവിയോട് ദുആ ചെയ്യാൻ പറഞ്ഞ പ്രാർത്ഥനയുടെ വിശാലത നോക്കൂ. അതിനേക്കാളെല്ലാം മഹത്തരമാണ് ആ നാമം. അല്ലാഹു അഫൂവാണ്. അല്ലാഹു പൂർണ്ണമായും നമ്മളിൽ നിന്നും നീക്കിക്കളയും. ഏത്? മാപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ ഇനി അതെവിടെ? നമ്മുടെ കർമ്മരേഖയിൽ പോലും ബാക്കിയുണ്ടാവൂല. കർമ്മരേഖയിൽ പോലും അത് ബാക്കിയുണ്ടാകൂല. നമ്മൾ പേടിക്കേണ്ട ഒരായത്തുണ്ട്. അതേതാണെന്നറിയോ? ഒമയ്യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. പേടിക്കേണ്ട ആയത്തല്ലേ? അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്യും? കാണും, നേരിടേണ്ടി വരും. അതിൻ്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. അള്ളാഹു പുറത്തു തന്നാലും ഒരു പക്ഷേ ജീവിതത്തിലെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വരും. പക്ഷേ പടച്ചുറപ്പ് കർമ്മരേഖയിൽ നിന്നും മായ്ച്ചു കളഞ്ഞാലുണ്ടല്ലോ, അതിനെ നീക്കിക്കളഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മളതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. അതാണേത്? അല്ലാഹു അഫൂവാണെന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും കർമ്മരേഖയിൽ നിന്ന് പോലും അത് മായ്ച്ചു കളയുമെന്ന പൂർണ്ണ നിഷ്കളങ്കത ലഭിക്കപ്പെടും. ഒരു
തെറ്റും ചെയ്യാത്ത കുട്ടിയെ പോലെ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ദുആ ചെയ്തപ്പോൾ ഏതെങ്കിലും കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഇവിടെ നിന്നോട്ടെ എന്നുള്ള വിചാരമൊന്നുമില്ലല്ലോ എനിക്ക് നിങ്ങൾക്കും. പൂർണ്ണമായും മായ്ച്ചു കളയണേ എന്ന ആത്മാർത്ഥമായ മോഹത്തോടെ പറഞ്ഞു പോയ വാക്കുകളുടെ ഭവിഷ്യത്തുകൾ എനിക്ക് തട്ടരുതേ ഇഹത്തിലും പരത്തിലും എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ചെയ്തു പോയ പാപങ്ങളുടെ അതിൻ്റെ ദുര്യോഗം എനിക്ക് അനുഭവപ്പെടരുതേ ഇഹത്തിലും പരത്തിലും എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ വിട്ടുവീഴ്ച ചെയ്യണേ നാഥാ, മാപ്പേകണേ റബ്ബേന്ന് ആത്മാർത്ഥമായി പറയുമ്പോൾ എൻ്റെ ചുറ്റിലും മലക്കുകളുണ്ടല്ലോ എനിക്ക് സലാം നേരാനെന്ന് ആലോചിക്കുമ്പോൾ കണ്ണ് നിറയാതിരിക്കുമോ? ഇല്ലല്ലോ. തീർച്ചയായും അല്ലാഹു അത് പൂർണ്ണമായും മായ്ച്ചു കളയും. പരലോകത്ത് നേരത്തെ പറഞ്ഞ വിചാരണ ഘട്ടമില്ലേ, ഗ്രന്ഥം കയ്യിൽ നൽകുന്ന നേരം നമ്മുടെ ഗ്രന്ഥത്തിൽ നിന്ന്, നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിൽ നിന്നും വലിയ വലിയ പാപങ്ങൾ പോലും മായ്ച്ചു കളഞ്ഞത് നമുക്ക് കാണാൻ പറ്റുമത്രേ. നമ്മൾ പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുമത്രേ റബ്ബിനോട്, നമ്മുടെ അള്ളാഹുവോട്, നമ്മുടെ കാരുണ്യവാനായ റബ്ബിനോട് ചോദിക്കുമത്രേ, അല്ലാ ഞാൻ ചെയ്ത വലിയ പാപം എവിടെ? അല്ലാ പറയും, അല്ലാ ചിരിക്കുമെന്നാണ് നമ്മളോട്. അള്ളാഹുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ചിരി എങ്ങനെയെന്ന് സങ്കല്പിക്കാൻ പാടില്ല. പക്ഷേ അതത്രയും മനോഹരമാണ്, അതത്രയും കാരുണ്യത്തിൻ്റെ വിശാലതയാണ്, അത്രയും അല്ലാഹു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. ഈ ഒരു ചിന്തയോടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു പ്രാർത്ഥന ചൊല്ലാനായിട്ട്. മാത്രല്ല വേറുള്ളതൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും അത് ലഭിക്കപ്പെടുകയും ചെയ്യും. കാരണം നമുക്ക് ഐഹിക സമൃദ്ധി ലഭിക്കപ്പെടാൻ, ദുനിയാവില് നേട്ടങ്ങൾ ഉണ്ടായിത്തീരാൻ നമ്മൾ എന്ത് വർദ്ധിപ്പിക്കണമെന്നാണ് പ്രവാചകന്മാരൊക്കെ അവരുടെ സമൂഹങ്ങളോട് പറഞ്ഞത്. എന്തായിരുന്നു? എന്ത് വർദ്ധിപ്പിക്കാനാണ്? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ പിന്നെ വേറൊന്നും പ്രത്യേകം നോട്ട് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചോദിക്കണത് നല്ലതാട്ടോ, നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. പടച്ചോനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ, എന്ത് ചെയ്യൂല? പടച്ചോൻ തരാതിരിക്കൂല, പടച്ചോനത് തരാതിരിക്കുകയില്ല. ആ ഒരു ചിന്ത നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് നമ്മൾ നല്ല നേരത്തെ പാടും ചോദിക്കണം കേട്ടോ. നല്ല റാഹത്തായ നേരത്തെ നമ്മൾക്ക് ചോദിക്കാൻ മനസ്സിട്ടൂലല്ലോ ചിലപ്പോഴൊന്നും. നമ്മളൊക്കെ അങ്ങനെയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? തകർന്ന നേരത്ത് മനസ്സിൻ്റെ പിടുത്തം നഷ്ടപ്പെട്ട് ഉഴറുകയാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കപ്പെടാതിരിക്കാന്നറിയോ? നല്ല സമയങ്ങളിൽ അള്ളാഹുവോട് നമ്മൾ ചോദിക്കുമ്പോൾ പരീക്ഷണ ഘട്ടത്തിൽ ചോദ്യത്തിന് വേഗം ഉത്തരം ലഭിക്കപ്പെടും എന്നുള്ളതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. പ്രാർത്ഥിക്കുന്നവർക്ക് എന്തുള്ളൂ? റബ്ബിൻ്റെ പരിഗണനയുള്ളൂ. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞേക്കുക പ്രവാചകരെ. അള്ളാഹുവോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അള്ളാഹുവും തമ്മിലുണ്ടായിത്തീരുന്നൊരു ഇഷ്ടമുണ്ട്, ഒരു സ്നേഹബന്ധമുണ്ട്. അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? ആഗ്രഹങ്ങളൊക്കെ ചോദിക്കുക. പക്ഷേ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ലഭിക്കപ്പെടും ഈ ഒരു പ്രാർത്ഥന നിമിത്തം. ഈ ഒരു പ്രാർത്ഥന നിമിത്തം ചോദിക്കാത്തവർക്ക് പോലും ലഭിക്കപ്പെടും. പക്ഷെ അത്രത്തോളം ആത്മാർത്ഥമായിരിക്കണം. പാപം പൊറുക്കണേ എന്ന ആഗ്രഹം അത്രത്തോളം ആത്മാർത്ഥമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ കരുതി വെക്കേണ്ടത്. എങ്കിൽ ഈ ലൈലത്തുൽ ഖദ്റിനെ പൂർണ്ണമായും നേടിയെടുക്കാൻ, അല്ലെങ്കിൽ പറ്റുന്നത്ര നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. അതിനു വേണ്ടി കരുതിയിരുന്ന്, അതിനു വേണ്ടി റബ്ബിൻ്റെ മുൻപിൽ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ നാവങ്ങനെ ചലിക്കട്ടെ. നമ്മളൊരു 4-4:45 അവിടുന്ന് നിസ്കാരപ്പായ വിട്ടിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തു നിന്നോ ഇറങ്ങിപ്പോരുമല്ലോ അല്ലേ? പ്രാർത്ഥിക്കാൻ ഒരിടത്ത് ഇരിക്കേണ്ട ആവശ്യം മാത്രമൊന്നുമില്ല. മനസ്സേകാഗ്രമാക്കി വെച്ചാൽ മതി. ഭക്ഷണം വിളമ്പുമ്പോഴും അതെടുത്തു വെക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ചും ആ സമയത്തിനൊക്കെ വല്ലാത്ത പ്രത്യേകതയുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണെന്ന് മാത്രമല്ല, അതൊരു പ്രത്യേക സമയവുമാണ്. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നേരമാണ്. ആ സമയത്തൊക്കെ നമ്മളുണ്ടല്ലോ, അങ്ങനെ കോലാഹലം ഉണ്ടാക്കരുത്. വീട്ടിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആരും എണീറ്റിട്ടില്ല, നല്ലൊരു ദിവസമാണ്,
കുട്ടികൾക്കൊരു ചിന്ത ഉണ്ടോ? ബാപ്പാക്ക് അത്രയും ചിന്തയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇറ്റുങ്ങളൊന്നും നന്നാവൂലട്ടോ, ഈ മക്കളൊന്നും ഒരു കാലത്തും നന്നാവൂലട്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്താവും? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയവും നമ്മുടെ വാക്കും ഒന്നിച്ച് വന്നാൽ അത് ഫലിക്കും. അതുകൊണ്ട് ആ നേരത്തൊക്കെ സ്നേഹത്തോടെ തൊട്ട് തലോടി വിളിച്ചുണർത്തിയിട്ട് നല്ലതൊക്കെ പറയണം. അതൊക്കെ ഫലിക്കപ്പെടട്ടെ. ഉമ്മാൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്. ആരെക്കുറിച്ചാണ് പറയണേ? 10 വിളി വിളിച്ചിട്ടും എണിക്കാത്ത മകനെക്കുറിച്ചും മകളെക്കുറിച്ചൊക്കെ പുറത്ത് തലോടിയിട്ട് പറയാം, ഉമ്മാൻ്റെ കുഞ്ഞ് നല്ല കുട്ടിയാണ് കേട്ടോ. ചിലപ്പോൾ 18, 20, 22 ആയിട്ടുണ്ടാവും വയസ്സ്. അവർക്കൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഉറക്കമുള്ളത് അല്ലേ? നമ്മളൊക്കെ പള്ളിയിൽ പോയിട്ട് ഉറക്കൊഴിച്ചിരുന്നിട്ട് അത്താഴത്തിന് വിളിച്ചുണർത്താനൊക്കെ വേണ്ടി വരുമ്പോഴും അവരെന്ത് ചെയ്യായിരിക്കും? നല്ല ഉറക്കായിരിക്കും. അപ്പോഴൊന്നും എന്ത് പറയണ്ട, നല്ല നേരത്ത് ശാപത്തിൻ്റെയോ അല്ലെങ്കിൽ ഫലിച്ചാൽ വിപരീതമായി പോകുന്നതോ ആയ വാക്കുകളൊന്നും ഉരുവിട്ട് പോകണ്ട. പറ്റുന്നത്ര ആ സമയത്തും ഭക്ഷണം എടുത്തു വെക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സമയം വൈകിയല്ലോ എന്ന നെട്ടോട്ടം ഓടുമ്പോഴും നാവിൻ്റെ തുമ്പ് ചലിച്ചു കൊണ്ടിരിക്കട്ടെ. കാരണം അപ്പോഴും ആര് വിട്ടുപോയിട്ടുണ്ടാവൂല. അന്ന് ലൈലത്തുൽ ഖദ്റാണെങ്കിൽ ആര് ഇവിടുന്ന് വിട്ടുപോയിട്ടില്ല? മലായിക്കത്തുകൾ വിട്ടുപോയിട്ടില്ല. അവർക്കിടയിൽ കൂടിയാണ് നമ്മളിങ്ങനെ ഓടുന്നത്. തിങ്ങി നിറഞ്ഞ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾക്കിടയിലൂടെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഓർമ്മ വേണം. മനസ്സിങ്ങനെ കെട്ടിലും കൊള്ളും, പ്രാർത്ഥനയിൽ ഇങ്ങനെ വിറയൽ വരും, കണ്ണിങ്ങനെ അറിയാതെ കണ്ണിങ്ങനെ നിറയും. അങ്ങനെ നമ്മളെ കൊണ്ട് സാധ്യമാകണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അങ്ങനെ നമ്മളെ കൊണ്ട് സാധ്യമായാൽ നമുക്ക് ലഭിക്കപ്പെടും അല്ലാഹുവിൻ്റെ തൃപ്തി, റബ്ബിൻ്റെ തൃപ്തി ലഭിക്കപ്പെടും. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചിരിക്കേണ്ടത് എന്താണെന്നറിയോ? പടച്ച റബ്ബിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയെ പ്രതീക്ഷിച്ച് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കണം. കാരണം അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? അതിന് പകരം എന്താ ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ കോപം. അത് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. നമ്മളൊക്കെ ഇപ്പോൾ റമദാൻ വന്നു, വാക്കും പ്രവൃത്തിയും പെരുമാറ്റമൊക്കെ നന്നാക്കി നല്ല മനുഷ്യരാക്കി കഴിയണത്ര നമ്മൾ എന്ത് ചെയ്യണുണ്ട്? ഖുർആനൊക്കെ ഓതി വേണ്ടാത്തതൊന്നും പറയാനും അവസരമില്ല, വേണ്ടാത്തതൊന്നും ചെയ്യാനും അവസരമില്ല. റാഹത്താണില്ലേ? ശവ്വാൽ 1 തൊട്ട് പിന്നെ ഇനിയിപ്പോൾ 6 നോമ്പെടുക്കുമ്പോഴും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നമ്മുടെ തനി സ്വഭാവം പുറത്തു വരും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, എത്ര റമദാൻ കഴിഞ്ഞു? ഓരോ റമദാനിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പറയുക എന്താണെന്നറിയോ? വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ദേഷ്യം വന്നാൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും. അതാണ് എൻ്റെയും നിങ്ങളുടെയും കുഴപ്പമെങ്കിൽ ഈ റമദാനിൽ നമുക്കൊരു തീരുമാനം എടുക്കാമല്ലോ. ദേഷ്യം വന്നാൽ ഞാൻ മൗനം പാലിക്കുന്നു. തീരുമാനം എടുത്തൂടെ? അല്ലേ? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ ഫല്യഖുൽ ഖൈറാ, അവരെന്ത് ചെയ്യട്ടെ? നല്ലത് പറയട്ടെ. ഔലി യസ്മുത്ത്. ഹദീസ് അറിയാത്തവരല്ലല്ലോ ആരും അല്ലേ? ദേഷ്യം വന്നാൽ നമുക്ക് മിണ്ടാതിരിക്കാം എന്നൊരു തീരുമാനം എടുത്താൽ അടുത്ത റമദാനിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ റമദാനുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇൻഷാ അല്ലാഹ് അന്ന് ആയുസ്സുണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ദേഷ്യം വരുമ്പോൾ ഞാനൊന്നും മിണ്ടലില്ല. ദേഷ്യം മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വൈകാരികത വരിക എന്നുള്ള പടച്ചോൻ്റെ അടുത്തല്ലേ മനസ്സ്, അല്ലേ? ഞാനൊന്നും മിണ്ടലില്ല. നമ്മൾ വർത്താനാണല്ലോ ഒക്കെ കൊണ്ടോണേ. നമ്മൾക്ക് പടച്ചോൻ്റെ തൃപ്തി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത സംസാരം ഉപേക്ഷിക്കണം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ സ്വർഗമെന്ന് പറയുന്നുണ്ടല്ലോ, സ്വർഗമെന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗത്തെക്കാളും മഹത്തരമായതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് സ്വർഗത്തെക്കാളും മഹത്തരമെന്ന് സൂറത്ത് ഇസ്രായിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തി നഷ്ടപ്പെടുന്നതിന് നമ്മൾ ഭയപ്പെടുക. റമദാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രവൃത്തിയോ സ്വഭാവമോ പെരുമാറ്റോ വാക്കോ മൂലം റബ്ബെന്നെ വെറുത്തു പോകുമോ എന്ന് നമ്മൾ ഓരോ നിമിഷവും ഭയപ്പെടേണ്ടതുണ്ട്.
അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ തൃപ്തികേട് എന്നിൽ ഉണ്ടാകരുതേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കാൻ, നമ്മുടെ ഓരോരോ സ്വഭാവങ്ങളും നമ്മൾ നന്നാക്കിയെടുക്കണം എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് എന്നെയും നിങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സ്വഭാവങ്ങൾ ഓരോന്നും മാറ്റണം. ജീവിതത്തിൽ എന്ത് വന്നാലും സഹിക്കാനുള്ള ഉൾക്കരുത്ത് വേണം. ഇല്ലെങ്കിൽ എന്താണ്ടാവുമെന്നറിയോ? പടച്ചോന് ഇഷ്ടപ്പെടാത്ത വർത്തമാനം നമ്മൾ പറയും, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വർത്തമാനം നമ്മൾ പറഞ്ഞു പോകും. എന്താ പറയുകയെന്നറിയോ? വല്ലാത്തൊരു വിധിയായി പോയല്ലോ. അതാർക്ക് ഇഷ്ടപ്പെടാത്തതാണ്? ആ വിധി തന്നതാരാണ്? അള്ളാഹുവാണ്. നമ്മൾ പറയും, ഇത് വല്ലാത്തൊരു വിധിയായി പോയിട്ടോ, ഞാൻ എത്ര നല്ല രൂപത്തിലൊക്കെ ജീവിച്ചതാ, പക്ഷെ കിട്ടിയത് ഇങ്ങനത്തെ ഒരു മാപ്പിളനെയാണല്ലോ എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? ലവ് എന്നുള്ളത് ഇതിനേക്കാളും നല്ലതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, എങ്കിൽ എന്നുള്ള അറബി പദമാണ് ലവ്, അല്ലേ? എങ്കിൽ ഇംഗ്ലീഷിലെ ലവ് അല്ല, അറബിയിലെ ലവ്. രണ്ട് ഭാഷയിലും ആ ലവ് അത്ര ശരിയല്ല, അല്ലേ? ലവ് എന്നുള്ളത് പിശാചിൽ നിന്നാണ്, അല്ലേ? നമ്മളെപ്പോഴും പറയല്ലോ എത്ര നല്ല കല്യാണാലോചന വന്നതാണ്. ഭർത്താക്കന്മാരെ കൊണ്ട് ഇടങ്ങാറാവണവർ പറയണതാണ്. എങ്കിൽ പറയണ്ട, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് അതാണ്. അതിൽ നമുക്ക് എന്തുണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ ആരാണിത് നിശ്ചയിച്ചത്? വമൗലാന, അവൻ നമ്മുടെ രക്ഷിതാവാണ്. നമുക്ക് ഖൈറിന് വേണ്ടിയിട്ടാണ് അത് വിധിച്ചിട്ടുള്ളത്. അതിൽ ക്ഷമിച്ചുകൊണ്ട് പുണ്യം നേടാനാണ് അള്ളാഹു നമുക്കത് നൽകിയിട്ടുള്ളത്. ഞാൻ എന്തെല്ലാം നല്ല രൂപത്തിലൊക്കെ മക്കളെ വളർത്തിയതാ, എന്നിട്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ, അല്ലേ, അത് അള്ളാഹുവിൻ്റെ വിധിയെയാണ് നമ്മൾ പഴിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അതൊന്നുമില്ല. അവിടെയൊക്കെ നമുക്കെല്ലാവർക്കും എന്താണ്, അത്രയൊന്നും വലിയ ദൗർഭാഗ്യങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾക്ക് സമാധാനിക്കാം. പക്ഷെ ഒരു രോഗം വന്നാൽ സഹിക്കാൻ കഴിയുന്ന ഉറപ്പുണ്ടോ? എന്തൊരു വേദനയാണ്, വല്ലാത്തൊരവസ്ഥയായിപ്പോയല്ലോ എന്ന് പറയുന്നത് പോലും എന്താണ്? റബ്ബിൻ്റെ വിധിയെ പഴിക്കലാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കിയെല്ലാവരും റസൂലുള്ളാഹിൻ്റെ ജീവിത കാലഘട്ടത്തിൽ മരിച്ചുപോയി. എന്ന് നമുക്കിടയിൽ ഒരുപാട് ദാരുണ സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലേ? ഇന്നലെ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, 2 മക്കളായിരുന്നു, നല്ല മക്കളായിരുന്നു. മൂത്ത മകൻ കല്യാണം കഴിച്ച് 3 കുട്ടികളായി. ചെറിയ മകൻ്റെ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ 6 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത മകനും ഭാര്യയും അവൻ്റെ 3 കുട്ടികളും ഒന്നിച്ചു മരിച്ചുപോയി. എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം ദാരുണ സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് സഹിക്കാനാവാത്ത അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? റബ്ബ് വിധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാത്തിമ എന്ന പൊന്നുമോള് റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കിയെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നഷ്ടപ്പെട്ടു പോയപ്പോഴും പിന്നീട് അവസാനം മദീനയിൽ വെച്ച് ജനിച്ച പൊന്നുമോൻ ഇബ്രാഹിം റസൂലുള്ളാഹി ഏറെ സ്നേഹത്തോടെ കൊണ്ടു നടന്നു. ഒരു കുഞ്ഞിനെ ലഭിച്ചല്ലോ, അല്ലേ? സ്വന്തം ഒക്കത്തെടുത്തതിന് നടക്കുമായിരുന്നു, ആടിനെ കറന്ന് സ്വയം പാല് കുടിപ്പിക്കുമായിരുന്നു. അത്ര ഓമനത്വത്തോടെ കൊണ്ടു നടന്ന ഇബ്രാഹിം 18 മാസം തികഞ്ഞപ്പോഴേക്കും 2 വയസ്സ് തികയും മുമ്പേ ഇബ്രാഹിമും മരണത്തിന് കീഴടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞു പൈതലിൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ കണ്ടമിട്ടറി കണ്ണുകൾ നിറഞ്ഞൊഴുകി. അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങ് കരയുകയാണോ? തകരൂല തളരൂല എന്ന് നമ്മൾ ആരും ഉറപ്പിക്കേണ്ട കേട്ടോ. കരച്ചിൽ വരാതിരിക്കുമെന്നും കരിങ്കല്ല് പോലെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരി പറയാ, അവളുടെ മകള് മരിച്ചിട്ട് എല്ലാം അവൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നുണ്ടായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയാ, അവൾ മരിച്ചതിൻ്റെ ശേഷം 21ാമത്തെ വയസ്സിൽ എൻ്റെ പൊന്നുമോൾ മരിച്ചിട്ട് ഒരു ദിവസം പോലും ഞാൻ അവളെ സ്വപ്നം കണ്ടിട്ടില്ല. അവളെക്കുറിച്ച് നല്ലതേ പറയൂ, പുഞ്ചിരിച്ചു കൊണ്ടേ പറയൂ. എൻ്റെ കുഞ്ഞ് സ്വർഗത്തിലുണ്ടാകുമെന്ന് അവൾ അഭിമാനത്തോടെ പറയും. നല്ല പ്രായത്തിൽ അവൾ മരിച്ചു പോയില്ലേ എന്ന് പറയും. അതിലും അല്ലാഹു ഖൈർ കരുതി വെച്ചിട്ടുണ്ടാകുമെന്ന് പറയും. പക്ഷെ ഒരു ദിവസം അവൾ കരഞ്ഞു,
ഇന്നലെ രാത്രി ഞാൻ അവളെ സ്വപ്നം കണ്ടു. ഞാൻ ഉമ്മാനെ വിട്ട് പോയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ശരീരത്തിലേക്ക് അവളുടെ തല ചായ്ച്ച് വെച്ച് കിടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു പോകും. നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, തിരുദൂതരെ അങ്ങും കരയുകയാണോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് അല്ലാഹു അവൻ്റെ അടിമയുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുത്ത കാരുണ്യമാണ്. കരഞ്ഞു പോകും, തകർന്നു പോകും, കരഞ്ഞു പോകും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്രാഹിം പൊന്നുമോനെ, നിന്റെ വേർപാടിൽ ഉപ്പാന്റെ കണ്ണ് നിറയുന്നു കുഞ്ഞെ, നിന്റെ വേർപാടിൽ ഉപ്പാന്റെ നെഞ്ചു തകരുന്നു പൊന്നെ, എന്റെ ചുണ്ട് വിതുമ്പുന്നു പൈതലെ. പക്ഷേ എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കും ഞാൻ പറയില്ല മോനെ, എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരു വാക്കും ഞാൻ പറയില്ല. നോക്കൂ നിങ്ങള്, റബ്ബിന്റെ ഇഷ്ടം നഷ്ടപ്പെടുന്ന ഒരു കടുകുമണിയോളം പോലും ഒരു കാര്യവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാതെ മനസ്ഥൈര്യമുള്ളവരാകണം നമ്മൾ. ഈ പാതിരാരാവുകളിൽ അത് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി നമ്മൾ നേടിയെടുക്കണം. എന്തൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഏതേത് അനുഭവങ്ങൾക്ക് മുൻപിലും പറയാൻ കഴിയണം, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, അല്ലാഹുവിനാണ് സർവസ്തുതിയും, ഏതവസ്ഥയിലും എൻ്റെ റബ്ബിനാണ് സ്തുതി, ഈ അവസ്ഥകളെല്ലാം എനിക്ക് നൽകിയ എൻ്റെ റബ്ബിനാണ് സ്തുതി എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധ്യമാകണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏത് നിമിഷത്തിലും തകർന്നു പോകരുത്. അൽഹംദുലില്ലാ എന്നൊക്കെ ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലണം. കാരണം അതൊക്കെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ മുൻപിൽ ചൊല്ലുന്ന ദിക്റുകൾ കൊണ്ട് ഇഹത്തിലും പരത്തിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും, ഒരുപാട് നേട്ടം. അൽഹംദുലില്ലാ എന്നൊക്കെ ഒന്ന് അകമഴിഞ്ഞ് പറയാൻ സാധിച്ചാലുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എത്ര തവണ കൈകെട്ടി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. ആ സ്തുതി കീർത്തനം നമ്മുടെ മനസ്സ് തട്ടി പറഞ്ഞതാണോ? ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടോ? അത് നമ്മളിങ്ങനെ പറയുമ്പോണ്ടല്ലോ, നമ്മളെ റബ്ബ് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇഷ്ടത്തോടെ നോക്കിയിട്ട് തിരിച്ചു പറയുന്ന ഒരു പ്രതിവചനമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ വചനത്തിനും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കും, ഓരോരുത്തരും കോടാനുകോടി മനുഷ്യർ നിസ്കരിക്കും, എല്ലാവരോടും ഇഷ്ടത്തോടെ നോക്കിയിട്ട് റബ്ബ് പറയുന്നുണ്ടോ? ഉണ്ട്. എന്താ റബ്ബിന് കഴിയില്ലേ? അസ്സമീഉം അൽ ബസീറുമായിട്ടുള്ള റബ്ബിന് ഓരോരുത്തരും പറയുന്നത് വ്യക്തമായി കേൾക്കാനും ഓരോരുത്തരിലേക്കും ഇഷ്ടത്തോടെ നോക്കാനും കഴിയും. സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അല്ലാഹുവിന്റെ മുൻപിൽ കൈകൾ ചേർത്ത് വെച്ച് നെഞ്ചുലഞ്ഞ് ആകാശലോകത്തേക്ക് ഞാൻ പറയുന്ന ഈ വചനങ്ങൾ എത്തുന്നുണ്ടെന്ന ഓർമ്മയോടെ പറയുമ്പോൾ റബ്ബ് നമ്മളോട് എന്താ തിരിച്ചു പറയുന്നത്? ഹമിദനി അബ്ദി അല്ലേ? അത് ഇവിടെ കേട്ടിട്ടില്ലെങ്കിൽ ഇവിടെ കേൾക്കണം. നെഞ്ചിങ്ങനെ പെടയണം അത് കേട്ടിട്ട്. എന്ത്? ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു. അൽഹംദുലില്ലാ എന്നൊക്കെ വർദ്ധിപ്പിച്ച് പറയാൻ സാധ്യമാകണം നമുക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അഫ്ളല ഇബാദല്ലാഹി തബാറക വ തആല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദറജയുള്ള മനുഷ്യരാരാണ്? അൽ ഹമ്മാദൂൻ, ഹമ്മാദീങ്ങളാണ്. ആരാ ഹമ്മാദൂൻ? ഹമ്മാദീങ്ങൾ ആരാണ്? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് നെഞ്ചു കലങ്ങി പറയുന്ന മനുഷ്യരാ. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ കണ്ണ് നിറയണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? നമ്മളൊക്കെ അൽഹംദുലില്ലക്കും മാഷാല്ലക്കൊക്കെ ഇപ്പോൾ അർത്ഥം ചുരുങ്ങിപ്പോയിട്ടുണ്ട്. കായ്ച്ചിലായി, രക്ഷപ്പെട്ട്, അത്രയേ ഉള്ളൂ. ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ അൽഹംദുലില്ലാ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ രക്ഷപ്പെട്ടല്ലോ മാഷാല്ലാ. അതിലുപരി അതിന് അർത്ഥവിശാലത കൽപ്പിക്കാൻ പോലും കഴിയാതെ കുടുസായിപ്പോയോ മനസ്സെന്ന് നാം സ്വയം വിചിന്തനം നടത്തണം. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകേണ്ടത് എന്താണെന്നറിയോ? എൻ്റെ റബ്ബ് ഇത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിത് ലഭിക്കുമായിരുന്നില്ല. ആ
ആ ഒരു വികാരം മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ, അൽഹംദുലില്ലാന്ന് പറയുമ്പോൾ റബ്ബിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വികാരമായിട്ട് പാകപ്പെടും, വല്ലാത്തൊരു വികാരമായിട്ട് പാകപ്പെടും. അങ്ങനെ പറയാൻ സാധിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിന് സ്ഥൈര്യം നേടിയെടുക്കണം. ഇല്ലെങ്കിൽ എന്താകും? വിധിയെ പഴിച്ച് ജീവിതവും ഒന്നുമല്ലാതായി പോകും, മരണശേഷവും ഒന്നും ലഭിക്കാത്തവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. അങ്ങനെയുള്ള ഹതഭാഗ്യവാന്മാരിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. മറ്റൊന്ന്, ഈ അവസാനത്തെ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ പറയാനുള്ളത്, എന്താണ് വിശുദ്ധ റമദാനിൻ്റെ പവിത്രതയ്ക്ക് കാരണം? എന്താണ് ലൈലത്തുൽ ഖദ്റിൻ്റെ പവിത്രതയ്ക്ക് കാരണം? എന്താ കാരണം? വിശുദ്ധ ഖുർആൻ അവതരിച്ചതാ അല്ലേ? അവിശുദ്ധ ഖുർആൻ നെഞ്ചേറ്റിയവരല്ലേ? എന്താ ആവേശത്തോടെ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഖുർആനിലേക്ക് നോക്കിയിരിക്കുന്ന സൂറത്തുൽ ഖമർ അല്ലേ? വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ ഇങ്ങനെ നെഞ്ചേറ്റിയപ്പോ, അതിന്റെ അർത്ഥമറിഞ്ഞപ്പോ, അതിന്റെ ഉൾസാരമറിഞ്ഞപ്പോ, പ്രപഞ്ചനാഥൻ ഏഴാകാശത്ത് നിന്ന് അവന്റെ അപ്പുറത്ത് നിന്ന് ഞാനും നിങ്ങളുമാകുന്ന നിസ്സാരനായ മനുഷ്യരുടെ കൈത്തലങ്ങളിലേക്ക് ഇറക്കി തന്ന വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ പഠിച്ചപ്പോ, അത് പാരായണം ചെയ്തപ്പോ, അതിന്റെ അർത്ഥമറിഞ്ഞപ്പോ, റബ്ബനോട് സംസാരിക്കുന്നു എന്ന ബോധ്യത്തോടെ ഓതിയപ്പോ, ഞാനും നിങ്ങളും എന്തായി തീരണം? വിശുദ്ധ റമദാൻ പോലെ, ലൈലത്തുൽ ഖദ്ർ പോലെ പവിത്രത നിറയുന്ന ഒരു മനസ്സിന്റെ ഉടമയായിട്ട് മാറണം. വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ പേരിൽ വിശുദ്ധ റമദാനിനും ലൈലത്തുൽ ഖദ്റിനും ഇത്ര പ്രത്യേകതയുണ്ടെങ്കിൽ, അത് നെഞ്ചിലേക്ക് അവതരിച്ചതിന്റെ പേരിൽ നമുക്കും എന്തുണ്ടായിത്തീരണം? പവിത്രത ഉണ്ടായിത്തീരണം. മറ്റേതൊരു മനുഷ്യനെയും പോലെ ആകാൻ പാടില്ല നമ്മൾ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മനുഷ്യരെ വേറെ ഏതൊരു മനുഷ്യനെയും പോലെ ആകാൻ പാടില്ല. അവര് അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ടടുത്തവരും മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ഒരു ദ്രോഹവും ആർക്കും ചെയ്യാത്തവരും ആരും കാണാത്തപ്പോൾ പോലും പാപങ്ങളിലേക്ക് എത്തി നോക്കാത്തവർ പോലും ആയിരിക്കണം. ആരും കാണാത്തപ്പോൾ പോലും പാപങ്ങളിലേക്ക് എത്തി നോക്കാത്തവർ പോലും ആയിരിക്കണം. ഇന്നലകളിൽ അത് സംഭവിച്ചു പോയെങ്കിലും ഒരു ഭയപ്പാട് വേണ്ട. ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത് എന്താണ്? കണ്ണു നിറഞ്ഞ് പറയാൻ പോകുന്നത് എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇനി നമ്മൾ എന്താകണം? പാപങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ പോലും ഭയപ്പെട്ട് പിന്മാറണം. റബ്ബ് കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കോപം ഞാൻ ഭയപ്പെടുന്നു നാഥാ, അതോർത്തുകൊണ്ട് പിന്മാറിക്കളയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പവിത്രമാക്കണം. അതിൽ ഒരു ജനവാതിൽ പോലും തുറന്നിടരുത്. എന്തിന്? പാപങ്ങൾക്ക് കയറിപ്പോകാൻ. പല വാതിലുകളും ഇതിലൂടെയൊക്കെ കയറിയിട്ട് ഇങ്ങനെ കയറും അല്ലേ? പല വാതിലും തുറന്നിട്ട് ഫോണിലൂടെയൊക്കെ പലതും കയറിപ്പറ്റും. ഒരു ചില്ലുജാലകം പോലും തുറന്നു വെക്കരുത്. എല്ലാം അടച്ചു പൂട്ടണം. എത്തി നോക്കുമ്പോഴെല്ലാം അള്ളാഹുവിനെ ഓർക്കണം, തിരിച്ചു മടങ്ങണം. അതിൻ്റെ ഈമാനിൻ്റെ ഇസ്സത്താണ് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. പവിത്രമാക്കപ്പെട്ടവരുടെ വേറൊരു ലക്ഷണം എന്താണെന്നറിയോ? ആർക്കും നമ്മളോട് വെറുപ്പുണ്ടാകൂല. നമ്മൾക്ക് ആരോടും വെറുപ്പില്ലാതിരിക്കാൻ നമ്മൾക്ക് എളുപ്പമാണല്ലേ? നമ്മളെ മനസ്സ് ശുദ്ധിയാക്കിയാൽ മതി. ആരോടും വെറുപ്പില്ലാത്തവരാണ് ഏറ്റവും നല്ല മനുഷ്യരും. ഒരുപാട് ഹദീസും ആയത്തൊക്കെ നമ്മൾക്കറിയാം, പക്ഷെ അതൊന്നും നമ്മൾ വിശദീകരിക്കാത്ത നമ്മൾക്കറിയാം. പക്ഷെ ആർക്കും നമ്മളോട് വെറുപ്പില്ലാതിരുന്നാൽ നമ്മളൊരു പവിത്രമായ മനസ്സിൻ്റെ ഉടമയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ എല്ലാവരോടുമുള്ള പെരുമാറ്റവും സ്വഭാവമൊക്കെ നന്നാക്കണം. നമ്മളാൽ വേദനിക്കുന്ന മനുഷ്യർ ഭൂമിയിലുണ്ടാകരുതെന്ന് നമ്മൾ ഉറപ്പിക്കണം. അത് ഉറപ്പിക്കാൻ നമ്മൾക്ക് എളുപ്പമല്ലേ? കഴിയില്ലേ? എന്നെക്കൊണ്ടൊരു വേദന ആർക്കും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നമ്മൾ മരിച്ചാൽ പോലും പറയും. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയണതാ, എപ്പോഴും അത് കേൾക്കും. നമ്മളൊക്കെ സ്ത്രീകളായതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ മരിച്ചാൽ പോലും ചില മനുഷ്യന്മാർ പറയും, ആരാ നിങ്ങൾ പറയട്ടോ, ആരെ കൊണ്ടായിരിക്കുമോ പറയാന്ന്? അല്ലാ, ഞാനൊക്കെ വന്ന കാലം എന്തോരം കഷ്ടപ്പെട്ട് എന്തെല്ലാം ദുൽമാണ് ഞാനൊക്കെ അതിൻ്റെ അടുത്ത് നിന്ന് അനുഭവിച്ചത്. ആരുടെ അടുത്ത് നിന്നായിരിക്കും? എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലായി. അമ്മായിമാൻ ആലോചിച്ചിട്ട്, അത് കാട്ടിയ ദുൽമ ആലോചിച്ചിട്ട്, അതിൻ്റെ അക്രമം ആലോചിച്ചിട്ട്, ഈ അവർ മരിച്ചു പോയതിൻ്റെ ഭൂമിൻ്റെ മേലെ നെഞ്ചു നീറുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ ആരെയും സങ്കടപ്പെടുത്തണ്ട.
അപ്പം നിങ്ങൾ പറയും, ഞാൻ അടുത്ത് നിലമ്പൂർ ഭാഗത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ആരോ പറഞ്ഞു കുറച്ച് മുമ്പാ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലേ, കാരണം അല്ലെങ്കിലേ ഇപ്പം മരുമക്കൾ നിലത്തല്ലഞ്ഞ് തലേ കയറുമെന്ന് അല്ലേ. അവരൊന്നും സ്വഭാവം ശരിയല്ല, 10 മണിക്ക് എണീറ്റ് വരും. എന്നിട്ട് ഈ വയസ്സായ ഞാനുണ്ടാക്കി വെച്ച എന്തെങ്കിലുമൊക്കെ എടുത്ത് കുടിച്ച് ബാഗും തോളിലിട്ടാണ് പോകും. അതാണ് ഇപ്പോഴത്തെ മരുമക്കൾ. അതിന് അവരിപ്പോൾ ജോലിക്കോ പഠിക്കാനോ പോയാൽ നരകം കിട്ടുമോ? പിന്നെ നമ്മളെന്തിനാ അതിൽ സങ്കടപ്പെടുന്നെന്താ? നമുക്ക് പറ്റണമൊക്കെ നമുക്ക് ചെയ്യാം. അവരുടെ അടുത്ത് വല്ല പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞ് നന്നാക്കാൻ നോക്കാം, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. എന്തിനാ പറഞ്ഞ് നന്നാക്കണേ? എന്തിനായിരിക്കണം? ആ രണ്ടും ടൂണ് മാറുപോയി. എനിക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മരുമോളെ നന്നാക്കാൻ നോക്കിയാൽ അതിൻ്റെ ടൂണ് വേറെയാണ്, ഓൾക്കും വേണ്ടിയിട്ട് ഓളെ നന്നാക്കാൻ നോക്കിയാൽ അതിൻ്റെ ടൂണും വേറെയാണ് അല്ലേ. അമ്മാൻ്റെ കുട്ടി ചെയ്തതൊന്നും ശരിയായില്ലട്ടോ എന്ന് പറയുമ്പോൾ അത് എനിക്കും വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ കണ്ണും മോറും മാറും അല്ലേ. അപ്പം അതുകൊണ്ട് പറഞ്ഞ് നന്നാക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ചോദിക്കുന്നത് ആരുടെ മാപ്പിനെയാണ്? പിന്നെ നമ്മൾക്ക് മാപ്പ് കൊടുത്തൂടെ? അള്ളാഹുവോട് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോൾ ഇന്നെ കൊണ്ടൊന്നും പൊറുക്കാൻ കഴിയൂലട്ടോ എന്ന് ചിലരൊക്കെ പറയും, ആരെങ്കിലും ദ്രോഹിച്ചത് ആലോചിച്ചിട്ട്. എങ്ങനെ നമ്മൾക്ക് അങ്ങനെ പറയാൻ കഴിയും? നമ്മൾ ആരുടെ മാപ്പിനെയാ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ മാപ്പിനെ. പിന്നെന്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്തൂടാ? 10 മണിക്ക് എണീറ്റ് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ദോശയും ചട്ടിനിയും കുടിച്ചിട്ട് ബാഗും തോളിലിട്ട് പോണ കുട്ടിക്ക് മാപ്പ് കൊടുക്കി. ഓള് 2 ദിവസം കൊണ്ട് നന്നാവും, അല്ലെങ്കിൽ കുറച്ച് മാസം കൊണ്ടെങ്കിലും നന്നാവും. അതുകൊണ്ട് ആരുടെ മനസ്സിലും വേദന ബാക്കിയാക്കി നമ്മൾ മരിച്ചു പോകരുത്. എൻ്റെ മൂപ്പര് കാത്തു നിൽക്കുന്നുണ്ട്, അപ്പം അതിൻ്റെ ഒരു ബേജാറുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ആരുടെ മനസ്സിലും വേദനകൾ ബാക്കി, അതാരാകട്ടെ, എല്ലാവരോടും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും പെരുമാറി ഒരാളെയും വേദനിപ്പിക്കൂല എന്ന് ഉറപ്പിച്ചാൽ നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടും, നമ്മൾ പവിത്രമാക്കപ്പെടും. നോക്കൂ നിങ്ങൾ, നമ്മൾ വിശ്വാസികൾ തമ്മിലുണ്ടായിരിക്കേണ്ട ആ ഒരു സുദൃഢമായ സ്നേഹബന്ധത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു അല്ലേ. എന്താ അവർ ഷണ്ട കൂടിയതിനെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെയും ചരിത്രം. എന്താണ് ആ ചരിത്രം? അവർ രണ്ടുപേരും മഹാന്മാരല്ലേ. അബൂദറുൽ ഗിഫാരിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കണം, അദ്ദേഹത്തിനെ കുറിച്ച് പല മഹത്വങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ, ഗിഫാർ ഗോത്രം മുഴുവനും ഇസ്ലാം സ്വീകരിച്ചത് ഏതൊരു മനുഷ്യന്റെ പ്രബോധനം കേട്ടിട്ടാ? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം കേട്ടിട്ടാ. അത്രയും ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ആ മഹാനായ മനുഷ്യൻ ഒരിക്കൽ ബിലാൽ ഇബ്നു റബാഹ എന്ന അള്ളാഹുവിന്റെ ഇഷ്ടതോഴൻ ഇസ്ലാമിലേക്ക് കടന്നു വരും മുമ്പ് ആരുമല്ലാതെ മക്കയുടെ മണലാരണ്യത്തിലൂടെ നടന്നു നീങ്ങിയിരുന്ന ആ ഒരു നീഗ്രോ ആയിട്ടുള്ള കറുത്ത അടിമ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം, ഇസ്ലാം സ്വീകരിച്ച ശേഷം എല്ലാവരിലും ഉന്നതമായ സ്ഥാനമൊക്കെ ലഭിക്കപ്പെട്ട് ഔന്നത്യത്തോടെ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ അറിയാതെ വിളിച്ചുപോയി. ഇബ്നു സൗദാ. എന്താ വിളിച്ചത്? കറുത്തവളുടെ മകനെ. അത് കേട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു പിടഞ്ഞ് കണ്ണ് നിറഞ്ഞു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. പണ്ട് കേട്ട ആ വാക്ക് കേട്ടപ്പോൾ നെഞ്ചു പിടഞ്ഞിട്ടുണ്ടാകണം. റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അബൂദറിനെ ഇപ്രകാരം വിളിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നു. അദ്ദേഹം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂദറേ, ജാഹിലിയത്തിന്റെ അവശിഷ്ടം താങ്കളിൽ ഇപ്പോഴും ബാക്കിയുണ്ടോ? ഇത് കേട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു പെടഞ്ഞു പോയി, കുറ്റബോധം കൊണ്ട് നീറിപ്പോയി. അദ്ദേഹം മണ്ണിലേക്ക് തന്റെ തല ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ബിലാൽ, താങ്കൾ എന്റെ ശിരസ്സിലൊന്ന് ചവിട്ടു. ഞാൻ പറഞ്ഞു പോയ വാക്കിന്റെ കാഠിന്യം എന്നിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ഇത് കേട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, അബൂദർ, താങ്കൾ എന്താണ് പറയുന്നത്? ഉന്നതനായ റബ്ബിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്ന ഈ ശിരസ്സിൽ ചവിട്ടണമെന്നോ? എനിക്കാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞു. ഇത്രയും സുദൃഢമായിരിക്കണം ഓരോ ബന്ധവും. ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് വിശ്വാസികളാണെങ്കിൽ പ്രത്യേകിച്ചും, ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേദനിപ്പിക്കാൻ പാടില്ല. ഒരാളുടെ ഉള്ളിലെ വേദന ഇഹലോകത്ത് പോലും നമ്മൾക്ക് തട്ടും. വർദ്ധിതൻ്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനും ഇടയിൽ മറയില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോടെ പവിത്രമായിരിക്കുക. ഏതുപോലെ? റമദാൻ പോലെ, ലൈലത്തുൽ ഖദർ പോലെ പവിത്രമായ മനസ്സിൻ്റെ ഉടമയായിട്ട്, നല്ലൊരു മനുഷ്യനായിട്ട്
എനിക്ക് നടന്നു പോകണം. എങ്ങോട്ടെന്നറിയോ? ആ അവസാനത്തെ നിമിഷത്തിലേക്ക്. അവിടെയും ചങ്ക് പടയാതെ, മനസ്സ് പതറാതെ എനിക്ക് കിടക്കണം. അവിടെ കിടക്കുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹിച്ചെൻ്റെ റബ്ബ്, ഞാൻ എൻ്റെ പാപങ്ങൾ മാപ്പാക്കണേ എന്ന് പറഞ്ഞപ്പോൾ മുഴുവനും മാപ്പാക്കി തന്ന റബ്ബ്, റഹ്മാനും റഹീമുമായ റബ്ബ്, ഉമ്മയും ബാപ്പയും പ്രിയപ്പെട്ടവരും കാണിച്ച കാരുണ്യത്തെക്കാളും ഉമ്മയും ബാപ്പയും കാണിച്ച കാരുണ്യം അല്ലേ, അതിൻ്റെ വിശാലത ഓർത്ത് കണ്ണ് നിറഞ്ഞവരല്ലേ ഉമ്മ ബാപ്പമാര് മരിച്ചു പോയവരൊക്കെ അല്ലേ? അനേക തവണ ഉമ്മയും ബാപ്പയും ചെയ്ത കാരുണ്യം ഓർത്ത് നെഞ്ച് വിങ്ങി കണ്ണ് നിറഞ്ഞ മനുഷ്യരല്ലേ നമ്മള്. ആ ഉമ്മയുടെ ആ ഉപ്പയുടെ കാരുണ്യത്തെക്കാളും 99 ഇരട്ടി കാരുണ്യമുള്ള റഹ്മാനും റഹീമുമായ ആ റബ്ബിന്റെ മുൻപിലേക്ക് പോകാനുള്ള ദിവസല്ലേ അന്ന്. അവസാനത്തെ നിമിഷം അള്ളാഹിനെ കാണാനുള്ള, റബ്ബുൽ ഇസ്സത്തിനെ കാണാനുള്ള ഉത്കടമായ മോഹത്തോടെ മരിച്ചു പോകാൻ സാധിക്കണം നമുക്ക്. അല്ലെങ്കിൽ അന്ന് കൈവിട്ടു പോകും കാര്യം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? അന്ന് ആ ദിവസം ഏറ്റവും നല്ല ദിവസമായി തീരണമെങ്കിൽ ഏത് ദിവസം? നമ്മുടെ മരണത്തിൻ്റെ ദിവസം. ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം ഏത് ദിവസമായിരിക്കണം? ആ മരണത്തിൻ്റെ ദിവസമായിരിക്കണം. ആ ദിവസം നല്ല ദിവസമായി തീരണമെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ മനസ്സിന് സ്ഥൈര്യം ഉണ്ടാക്കിയെടുക്കുക. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് റബ്ബിനോടുള്ള ഹുബ്ബ് വർദ്ധിപ്പിച്ച് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദാസിയായിട്ട് മാറുക. മനുഷ്യർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനായിട്ട് മാറുക. ഇബാദത്തുകൾ കൊണ്ടും സുന്നത്ത് കർമ്മങ്ങൾ കൊണ്ടും അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. പിന്നെ പടച്ചോൻ സംരക്ഷിച്ചോളും. നമ്മൾ ഓരോ ഇബാദത്തുകളിലും നെഞ്ചു പടഞ്ഞ് റബ്ബിലേക്ക് അടുക്കുന്നു എന്ന ആ ഒരു കൃത്യമായ നെയ്യത്തോടെ അതെല്ലാം പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും ഈ പറയപ്പെട്ട പ്രതാപങ്ങളെല്ലാം പ്രദാനം ചെയ്യും. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരും. അല്ലാഹു സർവാധിനാഥനായ റബ്ബേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ വിട്ട് പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. പരിമിതമായ മണിക്കൂറുകൾ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. അതെല്ലാം പരിപൂർണമായും ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, നിൻ്റെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന, ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമകളാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. തൗഹീദി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. അല്ലാഹുവേ, നിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്ത് ഇബാദത്ത് കർമ്മങ്ങൾ ചെയ്ത് ഉറക്കമൊഴിച്ച് പള്ളികളിൽ ഒഴിഞ്ഞിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അങ്ങനെയൊക്കെ ഈ കഴിഞ്ഞ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയവരാണ് റബ്ബേ. നീ ഞങ്ങളിൽ നിന്നും അതെല്ലാം സ്വീകരിക്കണമേ റബ്ബേ, അതെല്ലാം സ്വീകരിക്കണമേ റബ്ബേ, അതെല്ലാം സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ വിട്ട് പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സൽപ്പാന്താവിൽ കാലുറപ്പിച്ച് നിർത്തണമേ റബ്ബേ. അവരാൽ കടുത്ത പരീക്ഷണങ്ങൾ നേരിടുന്ന നിർഭാഗ്യം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. പകരം ഇഹത്തിലും പരത്തിലും അവരെ പ്രതി അഭിമാനവും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. അവർ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും വേണ്ടി ഉന്നതമായ പ്രാർത്ഥനകൾ കരുതി വെക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റബ്ബേ. വിശുദ്ധ റമളാനിന് ശേഷം ഈ ഒരു ഇസ്സത്തിനെ നിലനിർത്തി ഈമാനോടുകൂടി അതിൻ്റെ എല്ലാ തനിമയും നന്മയും ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ തെറ്റിലേക്കോ തെറ്റായ ഏതെങ്കിലും സമീപനങ്ങളിലേക്കോ ചായ്ഞ്ഞു പോകുമ്പോൾ അല്ലാഹുവേ, അതിൽ നിന്നും നിന്നെ ഓർത്ത് നിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് പിന്മാറിക്കളയാൻ കരുത്തുള്ള ഈമാനിൻ്റെ ഇസ്സത്തുള്ളവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, പറയപ്പെട്ടതുപോലെ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് പതറിപ്പോകുക. അല്ലാഹുവേ, സർവാധിനാഥനായ റബ്ബേ, റഹ്മാനും റഹീമുമായ നാഥ, നീ ഞങ്ങളെ പരീക്ഷണങ്ങളെ തൊട്ട് അതിവിദൂരമാക്കണേ നാഥ, അതിവിദൂരമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇത് മനുഷ്യ ജീവിതമാണ്. എപ്പോഴെങ്കിലും നീ ഞങ്ങളിൽ വല്ല പരീക്ഷണവും നീ ഞങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം സഹിക്കാനും അതിനെയെല്ലാം ഈമാനോടെ മറികടക്കാനുമുള്ള ഉൾക്കരുത്ത് നൽകണമേ റബ്ബേ. അവസാനത്തെ നിമിഷം നിന്നെ കാണാനുള്ള മോഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, നരക ശിക്ഷയെ തൊട്ടും ഖബർ ശിക്ഷയെ തൊട്ടും നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങളുടെ ഇണകളെ ചേർത്ത് പിടിച്ച് മക്കളുടെ കൈവിരലിനെ പിടിച്ച് ഉമ്മ വാപ്പമാരെ ആലിംഗനം ചെയ്ത് അല്ലാഹുവേ, മുത്ത് റസൂലിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട് നിന്നെ കാണാനുള്ള
ജീവിക്കാനുള്ള സൗഭാഗ്യത്തിലേക്ക് അതിനെ ഞങ്ങൾ കൊതിക്കുന്നു നാഥ, അതിനെ ഞങ്ങൾ കൊതിക്കുന്നു നാഥ. ആ കൊതിക്കുന്ന മനസ്സിനെ നീ സദാ ഞങ്ങളിൽ സജീവമാക്കി നിർത്തേണമേ റബ്ബേ. അങ്ങനെ ജീവിച്ച് മരിച്ചു പോകാൻ ബാക്കി നിൽക്കണമേ റബ്ബേ. ആ നിമിഷത്തിലേക്ക് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ വഅജ്ർ വാലിദൈനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.